ചുറ്റുപാടുമുള്ള ജീവികൾ: പൂച്ച, ആട്, പശു, കോഴി, ചിത്രശലഭം, നായ, അണ്ണാൻ, മരംകൊത്തി, കാക്ക, തേൻകുരുവി. ഇത് പേജ് നമ്പർ 22 ചിത്രത്തിൽ നിന്നുള്ളതാണ്. കൂടുതൽ എണ്ണം എഴുതി ചേർക്കുക. വളർത്തുമൃഗങ്ങൾ: പശു, കോഴി, താറാവ്, പോത്ത്, നായ, പൂച്ച, ആട്. അലങ്കാര മത്സ്യങ്ങൾ: കുതിര. അപ്പം നമ്മൾ ഒരു പ്രയോജനത്തിനായിട്ട് വളർത്തുന്ന ജീവികളാണ് വളർത്തുമൃഗങ്ങൾ. പേജ് നമ്പർ 23. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, വരുമാനത്തിന്, കൗതുകത്തിന്, മനസ്സിന്റെ സന്തോഷത്തിന്. അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ ജീവികളെ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ അവിടെ എഴുതാനായിട്ട് പേജ് നമ്പർ 23 സ്പേസ് ഉണ്ട്, അവിടെ എഴുതുക. നമുക്ക് വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. ആടിനെ വളർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, കോഴി അതിനെ വളർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതുപോലെ മറ്റു ജീവികളും അവയെ വളർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളും എഴുതി ചേർക്കുക. അതിൻ്റെ ഒരു സ്ലൈഡാണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. ആട്, അതിൻ്റെ പ്രയോജനം നോക്കുമ്പോൾ പാൽ തരുന്നു, പിന്നെ മാംസം. കോഴി, മുട്ട, മാംസം. താറാവ്, മുട്ട, മാംസം. നായ, സുരക്ഷ നൽകുന്നു, നമ്മുടെ വീടിനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്കുമൊക്കെ സുരക്ഷ നൽകുന്നു. പ്രാവ്, കൗതുകത്തിന്. പശു, പാൽ. അതുപോലെ തന്നെ ചാണകം എഴുതാവുന്നതാണ്. ആന, വരുമാനത്തിന്. ഇതോടൊപ്പം തന്നെ കൗതുകത്തിനായിട്ടും അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ സന്തോഷത്തിനായിട്ടും ഒക്കെ നമ്മൾ ജീവികളെ വളർത്താറുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ബെനിഫിറ്റ് ഇല്ല, പക്ഷേ നമ്മുടെ നമ്മൾക്ക് ചിലർക്ക് ഇഷ്ടമാണ് ജീവികളെ വളർത്തുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നാം ജീവികളെ വളർത്തുന്നു. പാൽ, മുട്ട, മാംസം ഇവ നാം ആഹാരത്തിന് ഉപയോഗിക്കുന്നു. മൈന, പ്രാവ്, പൂച്ച, തത്ത തുടങ്ങി കൗതുകത്തിന് വളർത്തുന്ന ജീവികളുണ്ട്. ഒപ്പം തന്നെ ഒട്ടകം, കുതിര അതുപോലുള്ളവയെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ കഴുത, കുതിര ഇവയുടെ പുറത്ത് ഭാരം ചുമക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എത്രയെത്ര ജീവികൾ? പേജ് നമ്പർ 23. കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്, അവയുടെ പേരെഴുതാനാണ്. പല്ലി, ഒച്ച്, ഉറുമ്പ്, ഉപ്പൻ, ചെമ്പോത്ത് എന്നും പറയും. പഴുതാര, വവ്വാൽ, കീരി, തേരട്ട. അവയുടെ പേരവിടെ എഴുതി ചേർക്കുക. നമുക്ക് ചുറ്റുപാടും, അതായത് വീടിനും പരിസരത്തും ഒക്കെയുള്ള ജീവികളെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി അവിടെ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 24. കൂടുതൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാൻഡ് ബുക്കിന്റെ പേജാണ്. EVSനെ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അഭിനയ സാധ്യത. ഒരാൾ ഒരു ജീവിയെ അഭിനയിക്കുന്നു, മറ്റു കുട്ടികൾ അത് ഏത് ജീവി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കുക, ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. വിരൽ ചിത്രങ്ങൾ, വിരൽ കൊണ്ട് മഷിയിൽ മുക്കി ചിത്രങ്ങൾ വരയ്ക്കുക. ഇങ്ങനെ കലയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആക്ടിവിറ്റീസ് ചെയ്യാം. ചെറുജീവികളെ നിരീക്ഷിക്കുക. നമുക്ക് ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിരീക്ഷിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. എവിടെയൊക്കെ നിരീക്ഷിക്കാം? മണ്ണിൽ, ചെടികളിൽ, മരങ്ങളിൽ, ഇലയുടെ അടിയിൽ, പൂക്കളിൽ, ഭിത്തിയിൽ. അങ്ങനെ നിരീക്ഷിക്കേണ്ട സ്ഥലം ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം കുട്ടികളും അധ്യാപകരും ചുറ്റുപാട് നിരീക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ എഴുതി ചേർക്കുക. അവയെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഏറ്റവും വലുതേത്, ഏറ്റവും ചെറുതേത്, അങ്ങനെ. ചെറിയ ജീവികളെ അടുത്ത് കാണാൻ എന്നുള്ള നിലയിൽ ഹാൻഡ് ലെൻസ് ഈ ഘട്ടത്തിൽ വേണം പരിചയപ്പെടുത്താൻ. അതിനുശേഷം നിരീക്ഷണമാവാം. അവയെ ലിസ്റ്റ് ചെയ്യുക, കണ്ടെത്തിയ മൃഗങ്ങളെ ലിസ്റ്റ് ചെയ്യുക. ചെറുജീവികളെ നിരീക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് ബുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടീച്ചർ ആദ്യം തന്നെ നിരീക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും, ആ സെയിം പ്ലേസ് തന്നെ. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ചെറിയ ജീവികളെ നിരീക്ഷിക്കാനാണ് നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ജീവികളുടെ എക്സാമ്പിൾ ഹാൻഡ് ബുക്ക് തന്നിട്ടുള്ളതാണിത്. മനുഷ്യന്റെ സ്കിന്നിൽ ജീവിക്കുന്ന ഡെമോഡെക്സ്, കുടലിൽ ജീവിക്കുന്ന നാടവിര, കൊറോണ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഇവയുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഒപ്പം തന്നെ ഏറ്റവും വലിയ ജീവി, ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആഫ്രിക്കൻ ആന, ഏറ്റവും ഉയരമുള്ള ജീവിയായ ജിറാഫ് ഇവയുടെ കാര്യവും ചർച്ച ചെയ്യാം. സവിശേഷതകളുടെ വൈവിധ്യം. ജീവികളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില പ്രത്യേക അവയുടെ മാർക്കുകൾ ഉണ്ടാവും. അതുപോലെയുള്ളതാണ് താറാവിൻ്റെ കാലുകൾ, മാനിൻ്റെ കൊമ്പുകൾ, അണ്ണാൻ്റെ മുതുകിലെ വരകൾ, കങ്കാരുവിൻ്റെ സഞ്ചി. അതൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ജീവിയെ തിരിച്ചറിയുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ ശരീരഭാഗങ്ങൾ തന്നിട്ടുണ്ട് ചില ജീവികളുടെ. അവ ഏതാണെന്ന് എഴുതുക എന്നുള്ളതാണ്. ആനയുടെ കാൽ, മയിലിൻ്റെ തൂവൽ, സീബ്രയുടെ വരകൾ, കോഴിയുടെ കാൽ ഇവയുടെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. ജീവികൾ ഏതെല്ലാം വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നിറം, പുള്ളികൾ, വരകൾ, വലിപ്പം, നഖങ്ങൾ,
പല്ലുകൾ, തൂവലുകൾ, കൊമ്പുകൾ, കുളമ്പ്. അങ്ങനെ പല രീതിയിൽ ജീവികൾ തമ്മിൽ പരസ്പരം വ്യത്യാസമുണ്ട്. അത് പേജ് നമ്പർ 26 എഴുതുക. ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ വെച്ചിട്ട് അവയെ തിരിച്ചറിയാൻ സാധിക്കും. എക്സാമ്പിൾ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവയാണ് കൊക്ക്, തത്ത, കാക്ക, പൊന്മാൻ. അതുപോലെ വരകൾ: കടുവ, അണ്ണാൻ, ശംഖുവരയൻ, സീബ്ര. ദേഹത്തെ പുള്ളികൾ വെച്ചിട്ട് മാൻ, പുലി, അണലി. സവിശേഷമായ വലിപ്പം: നീലത്തിമിംഗലം, ആന. ഇനി കൊമ്പുള്ളവ: ആന, കാള, മാൻ, കാട്ടുപോത്ത്. കൂർത്ത നഖങ്ങൾ: സിംഹം, പരുന്ത്, കരടി, പൂച്ച. കുളമ്പുള്ളവ: കുതിര, പശു, ആട്. പിന്നെ മയിലിന്റെ പീലി, മുള്ളൻപന്നിയുടെ മുള്ള്, ഓന്തര നിറം മാറാനുള്ള കഴിവ്, അതൊക്കെ അതിന്റെ ഹൈലൈറ്റ് ആണ്. ഇതൊക്കെയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. നമ്പർ 27 കടലിലെ ജീവികൾ: കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു, നീലത്തിമിംഗലം, ഡോൾഫിൻ, നക്ഷത്ര മത്സ്യം തുടങ്ങിയ ധാരാളം ജീവികളുണ്ട്. അവയുടെ പേരെഴുതുക. ഇനി ഈ പേരുകൾ ഈ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കരയിൽ ജീവിക്കുന്ന ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഏകദേശം അതുപോലെയാണ് ഈ കടൽ ജീവികൾക്കും. എക്സാമ്പിൾ ആയിട്ട് കടൽ കുതിര. നമ്മുടെ കരയിലുള്ള കുതിരയുടെ തലയുടെ ഒരു ഷേപ്പാണ് ഈ കടൽ കുതിരയ്ക്ക്. അതുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത്. അതവിടെ എഴുതുക. നീലത്തിമിംഗലം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഇത് മീൻവർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിംഗലം. പേജ് നമ്പർ 27 പലവിധം അങ്ങനെ സഞ്ചാരം: നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ. ഇങ്ങനെ ഇപ്രകാരം ജീവികളുടെ സഞ്ചാര രീതികൾ വ്യത്യസ്തമാണ്. നടക്കുന്നതും ഇഴയുന്നതും പറക്കുന്നതും നീന്തുന്നതുമായ ജീവികളുടെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ആഡ് ചെയ്തിട്ട് ലിസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ചാടിച്ചാടി സഞ്ചരിക്കുന്നവർ: കങ്കാരു, മുയൽ, തവള. അവ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. അത് എപ്രകാരമാണ് അവയുടെ കാലുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നതെന്ന് അടുത്ത സ്ലൈഡിലുണ്ട്. ഈ ജീവികളുടെയൊക്കെ സഞ്ചാരത്തിന്റെ വീഡിയോ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. ഒപ്പം തന്നെ ക്ലാസ്സിൽ ചർച്ചയാവാം. എങ്ങനെയാണ് ഇവ കാലുകൾ ഉപയോഗിച്ചിട്ട് ചാടുന്നത് എന്നുള്ളത്. ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവ ചാടിച്ചാടി സഞ്ചരിക്കുന്നത്. ഇതും സഞ്ചാരത്തിന്റെ ഒരു രീതിയാണ്. കുതിര: പിന്നിലേക്ക് മടക്കാവുന്ന മുൻകാലുകൾ. ടെക്സ്റ്റിൽ 4 കാലുകൾ എന്നാണ്, അത് മുൻകാലുകൾ എന്നാക്കണം. അവ ഉപയോഗിച്ചിട്ട് സഞ്ചാര രീതി: നടക്കുന്നു, ഓടുന്നു. അതിനുശേഷം പാമ്പാണ്. പാമ്പിന് കാലുകളില്ല. ശരീരം മുഴുവൻ സഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഇഴയുന്നു, നീന്തുന്നു. പ്രാവ്: കാലുകളുണ്ട്, ചിറകുകളുണ്ട്. അവ ഉപയോഗിച്ചിട്ട് അവ പറക്കുന്നു, നടക്കുന്നു. മീൻ: രണ്ടറ്റവും കൂർത്ത ശരീരം, വശങ്ങളിലും വാലിലും ചിറകുകൾ. മീൻ നീന്തുകയാണ് ചെയ്യുന്നത്. അത് പേജ് നമ്പർ 28 എഴുതേണ്ടത്. അവിടെ എഴുതി ചേർക്കുക. അതിനുശേഷം താറാവിന്റെ സഞ്ചാര രീതി നിരീക്ഷിക്കാൻ പറയുന്നുണ്ട്. ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കാൻ കഴിയുന്നവർ: താറാവ്, ആമ, പാമ്പ്, മുതല, തവള. അവർക്ക് പല രീതിയിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. താറാവ് നടക്കുന്നു, നീന്തുന്നു, പറക്കുന്നു. നെക്സ്റ്റ് പോർഷൻ ആഹാരമാണ്. ജീവികളുടെ വ്യത്യസ്തങ്ങളായ ആഹാരക്രമങ്ങൾ. പശു: പുല്ല്, വൈക്കോൽ. അപ്പോൾ പശു ഒരു സസ്യാഹാരിയാണ്. കാക്ക: ധാന്യങ്ങൾ, പഴങ്ങൾ, എലികൾ, പ്രാണികൾ, പച്ചക്കറികൾ, ചിലന്തികൾ, ഒച്ച, പയർവർഗ്ഗങ്ങൾ. അങ്ങനെ പല ടൈപ്പ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കാക്ക ഒരു മിശ്രാഹാരിയാണ്. ആന സസ്യാഹാരിയാണ്. അണ്ണാൻ മിശ്രാഹാരി. പരുന്ത്: മീൻ, മുയൽ, പാമ്പ്, ചെറുകിളികൾ തുടങ്ങിയവയൊക്കെ കഴിക്കുന്നതുകൊണ്ട് പരുന്തൊരു മാംസാഹാരിയാണ്. അങ്ങനെ ആഹാരക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ എന്ന 3 തരംതിരിച്ചിരിക്കുന്നു. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ എന്ന് പറയുന്നു. തൊട്ടു മുമ്പ് പേജ് നമ്പർ 29 പോർഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ടേബിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ തരംതിരിക്കുന്നത്. മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്ന് പറയുന്നു. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. അപ്പോൾ ഇവിടെ പേജ് നമ്പർ 30-ൽ നിറം നൽകാമെന്നുള്ള ആക്ടിവിറ്റിയാണ്. ആഹാരക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിച്ച് നിറം നൽകുക. പേജ് നമ്പർ 30 സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ അവിടെ എക്സാമ്പിൾ എഴുതാനാണ്. അത് കംപ്ലീറ്റ് ചെയ്യുക. ജീവികളുടെ ആഹാര രീതിയും അവരുടെ ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ട്. താറാവ് എണ്ണമയമുള്ള തൂവലുകൾ, തുഴ പോലുള്ള കാലുകൾ, പരന്ന ചുണ്ടുകൾ. അവ ആഹാരം തേടാനായിട്ട് താറാവിനെ സഹായിക്കുന്നു. പരുന്ത് ബലമുള്ള കാലുകൾ, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, ബലമുള്ള കൂർത്ത കൊക്ക്, നല്ല കാഴ്ചശക്തി. മാംസാഹാരിയായ ജീവിയാണ് പരുന്ത്. അപ്പോൾ അതിനനുസരിച്ച് ശാരീരിക പ്രത്യേകതകൾ അതിനെ ആഹാരം തേടാൻ സഹായിക്കുന്നു. തവള നീളമുള്ള നാവ്, പശിമയുള്ള നാവ്, നാവ് വേഗത്തിൽ പുറത്തേക്ക് ചലിപ്പിച്ച് ഇരയെ പിടിക്കുന്നു. സിംഹം കൂർത്ത നഖങ്ങൾ, കൂർത്ത മൂർച്ചയുള്ള പല്ലുകൾ, ബലമുള്ള കാലുകൾ, വേഗത്തിൽ ഓടാനുള്ള കഴിവ്. ഇവ ആഹാരം തേടാൻ സിംഹത്തെ സഹായിക്കുന്നു. പേജ് നമ്പർ 31 പലതരം ചിത്രശലഭങ്ങൾ. വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി, തീച്ചിറകൻ, നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി, ഗരുഡശലഭം, രത്നനീലി. ഇനി ധാരാളം ശലഭങ്ങളുണ്ട്. പരിസരം നിരീക്ഷിച്ച് അവയുടെ പേരെഴുതുക. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ശലഭം ഗരുഡശലഭം, ഏറ്റവും ചെറുത് രത്നനീലി, സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. ശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങൾ: ആദ്യം മുട്ട, അതിനുശേഷം മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാവുന്നു. ആ ലാർവ പ്യൂപ്പ സ്റ്റേജിലെത്തുന്നു. അവസാനം ശലഭമായിട്ട് മാറുന്നു. ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ: കിലുക്കിച്ചെടി, കൃഷ്ണകിരീടം, സൂര്യകാന്തി, സീനിയ, കൊങ്ങിണി, വാടാമുല്ല, മാരിഗോൾഡ്, ചെമ്പരുത്തി, അഡീനിയം, കറിവേപ്പ്, അരളി തുടങ്ങിയ ചെടികൾ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികളാണ്. പേജ് നമ്പർ 35 നമുക്ക് ചുറ്റുമുള്ള ജീവികൾ എവിടെയൊക്കെ ജീവിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. ഈ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ആവാസ വ്യവസ്ഥ എന്നുള്ള വാക്ക് നമുക്കൊന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. 4ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ജീവികളെന്ന് നോക്കാം. മരംകൊത്തി, തത്ത, പൊന്മാൻ, ചിത്രശലഭം, കൊക്ക്, തവള, ആമ, പാമ്പ്, മീൻ, തുമ്പി തുടങ്ങിയ ജീവനുള്ളവയും ഒപ്പം തന്നെ ഇവ ജീവിക്കുന്നത് ജീവനില്ലാത്തവയുടെ സഹായത്തോടെയാണ്. ജലം, മണ്ണ്, വായു തുടങ്ങിയ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായുള്ള വസ്തുക്കൾ അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഈ ജീവികൾ എവിടെയെല്ലാം വസിക്കുന്നു? കാട്, കുളം, വയൽ, നദി, മരം, കാവ്, പുഴ. ഇവ ഓരോന്നും ഓരോ ആവാസ വ്യവസ്ഥകളാണ്, അതായത് എക്കോസിസ്റ്റം. അപ്പോൾ അവ ചർച്ചയ്ക്ക് വിധേയമാക്കുക. അതിനുശേഷം ഇവ ഇല്ലാതായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഈ ആവാസ വ്യവസ്ഥകൾ ഇല്ലാതായാൽ ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും. ചില ജീവികളുടെ എണ്ണം കുറയും, ചില ജീവികളുടെ എണ്ണം കൂടും. മനുഷ്യരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. അതായത് ഇപ്പോൾ പാമ്പുകളുടെ എണ്ണം ഒരുപാട് കുറയുകയാണെങ്കിൽ പാമ്പ് ആഹാരമാക്കുന്ന ജീവികളുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കും. ജീവികൾ വസിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മാലിന്യം വലിച്ചെറിയാതിരിക്കണം. കുളം, കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണം. കീടനാശിനികളും മറ്റും പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. ജലാശയങ്ങൾ മലിനമാകാതെ കാക്കണം. ജീവികളുടെ വാസസ്ഥലങ്ങൾ കയ്യേറരുത്.